എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ, ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കെ. നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ, എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു, അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാൻ എന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്? സത്യം എന്താന്നറിഞ്ഞാല് ഒരുപക്ഷെ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ? വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട്, അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ... അയ്യോ ഇല്ല ചേച്ചി. ചേച്ചി വാ. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. പക്ഷെ വേണുമ്പോ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിയപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ. തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി. ചോദിച്ചാ തരത്തില്ല. പിന്നെ ഞാനങ്ങ് എടുക്കും. ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യിലാ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു. കുട്ടിക്ക് പ്രയാസമില്ലെങ്കിൽ മാത്രം. അയ്യോ അതിനെന്താ ചേച്ചി, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി ഇവിടെ നിന്നാ മതി. പിന്നെ ഉണരെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വരാം.
എന്താ എന്തിനാ ഇയാൾ കാണണമെന്ന് പറയുന്നത്? ആ ഇവന് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞാ കയറി വന്നത്. ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്ത് പറ്റിയടോ? സാർ അത് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ആ പോലീസുകാരൻ മരിച്ചു എന്നറിഞ്ഞു. അതിനെന്താ? അയാളുടെ പേരിൽ വല്ല ഫണ്ട് പിരിവ് നടത്താൻ ഉദ്ദേശമുണ്ടോ വട്ടപ്പാറയ്ക്ക്? അയ്യോ ഇല്ല സർ. പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ. ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് ഇവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ. എന്താടാ, നീയാണോ അയാളെ കൊന്നത്? അയ്യോ അല്ല സർ. പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ചതിന്റെ സത്യാവസ്ഥ. സത്യാവസ്ഥ അന്ന് അയാളെ തല്ലിയത് സണ്ണിച്ചനാ സാർ. പറയടാ, ഏത് സണ്ണിച്ചൻ? അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ സണ്ണിച്ചൻ. അനിയ, ആരായി സണ്ണി തോമസ്? അതാ അതേ ഇവിടെ നടക്കുന്ന അണ്ണനെ തപ്പി പോലീസ്. നീ ഒരു കാര്യം ചെയ്യ്, ഓടോണി പോയി നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാരോട് വരാൻ പറ. ചെല്ല്. താനാണോ ഈ സണ്ണി തോമസ്? അതെ. എന്താ ഇവിടെ? ആരോട് അനുവാദം വാങ്ങിച്ചിട്ടായി കോളേജിനകത്ത് കയറിയത്? കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. എങ്ങനെ? അതൊക്കെ അങ്ങ് വന്നിട്ട് പറയാം. ജീപ്പി കയറാം. അങ്ങനെ ചുമ്മാ സൊല്ലാനാണെങ്കിൽ കമ്മീഷണറോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ. ജ്യോതി, അണ്ണന്റെ മേൽവിലാസം നല്ല കൈയക്ഷരത്തിൽ എഴുതി സാറിനൊന്ന് കൊടുത്ത്. മര്യാദയ്ക്ക് കൂടെ വന്നില്ലെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോണ്ടി വരും. വെറുതെ മുട കാണിക്കല്ലേ, കൈയെടുക്കണം. യെസ് കമ്മീഷണർ. ദാ വരുന്നു. നീയാണല്ലേ സണ്ണി തോമസ്?
എന്ത് പന്നത്തനോട് താലി കാണിച്ചത്? സാർ മാറി നിൽക്കണം പ്ലീസ്. കോളേജിൽ കയറി മറ്റേ പണി കാണിച്ചതും പോരാ. ലീവ് ഹിം, യു ബ്ലഡി. പുല്ലേ തൊട്ടുപോകരുത്. വാറണ്ടുണ്ടോ? ലുക്ക് യു ഫൂൾ. ഇവരെ പിടിച്ച് അകത്താക്കാനുള്ള വാറണ്ടാണത്. പണ്ടങ്ങാണ്ട് ഇവൻ റിസർവാനത്തേക്കറി മ്ലാവിനെ വിടുവെച്ചെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നിന്നും വിജിലൻസ് ഒരു കംപ്ലൈന്റ്. കാര്യം തിരക്കിയപ്പോ സംഗതി ശരിയാ. പിന്നെ എന്റെ വീട് റെഡിയപ്പോ മ്ലാവിന്റെ തോലോ കൂടെയോ വാഴയ്ക്കേണ്ടി കിട്ടുകയും ചെയ്തു. അതിന്റെ പുറത്താ ഈ വാറണ്ട്. മനസ്സിലായോടോ? അവിടെ ഇവിടെ ലീവ് തൊട്ടുപോയവനെ റാക്കിൽ കാക്കി ഇട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടാ നായ. എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.